ഗുഡ് മോർണിംഗ്. സഹാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് സാമ്പിളിംഗ് തിയറിയാണ്. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നിങ്ങളുടെ ഏരിയയിൽ പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് തിയറിയാണ് പറയുന്നത്. നമുക്ക് എന്താണ് സാമ്പിളിംഗ് എന്ന് പഠിക്കാം, അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സും പഠിച്ചതിന് ശേഷം സാമ്പിളിംഗ് തിയറിയിലോട്ട് പോവാം. സോ ഫസ്റ്റ് വൺ, എന്താണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്? ഓക്കെ, സാമ്പിളിംഗ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് a sample from a larger group that is known as population to study and draw conclusions about the whole group. സിംപ്ലി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വലിയ കൂട്ടം നമ്പർ ഓഫ് ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളൊരു ചെറിയൊരു എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ആ പാർട്ട് ഓഫ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കേരളത്തിനകത്തുള്ള ആൾക്കാരുടെ കൺസപ്ഷനെ കുറിച്ച്, ഇലക്ട്രിസിറ്റി കൺസപ്ഷനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ ട്രിവാൻഡ്രം തന്നെ എടുക്കുക. ഫോർ എക്സാമ്പിൾ 20,000 മുകളിൽ ആൾക്കാരുണ്ടെങ്കിൽ അത്രയും ആൾക്കാരടുത്തും പോയി ഡേറ്റ കളക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്നൊരു കുറച്ച് എമൗണ്ട്, ഇപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ 500 അതിനെ മാത്രം ചൂസ് ചെയ്ത് അത് റാൻഡമായിട്ടാണ് ചൂസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ വെച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു സൗത്ത് റീജിയനിൽ നിന്ന് ഇത്ര, നോർത്ത് റീജിയനിൽ നിന്ന് അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ഒരു 500 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പഠിക്കുവാണെങ്കിൽ അതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ലാർജർ ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളൊരു പർട്ടിക്കുലർ പാർട്ടിനെ മാത്രം, അതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ. ഈ ഫുൾ പോപ്പുലേഷൻ മൊത്തമായിട്ട് നമ്മളെ കയ്യിലുള്ള ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ പഠിക്കാൻ എടുക്കുമല്ലോ, അതിനെയാണ് സാമ്പിൾ എന്ന് വിളിക്കുന്നത്. ആ എടുക്കുന്ന പാർട്ട് ഫോർ എക്സാമ്പിൾ 500 ആണെങ്കിൽ അതിൽ നിന്നുമായിരിക്കും നമുക്ക് ആവശ്യമുള്ള കൺക്ലൂഷൻസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, വൈ യൂസ് സാമ്പിളിംഗ്? എന്തിനാണ് സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്? സാമ്പിളിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവാണ്. എന്തുകൊണ്ട്? ഹോൾ പോപ്പുലേഷൻ ഒരു 10,000 ആൾക്കാരുണ്ടെങ്കിൽ ആ 10,000 ആൾക്കാരെയും പഠിക്കുന്നതിനേക്കാൾ കോസ്റ്റ് കുറവായിരിക്കും അതിനൊരു പോർഷനെ മാത്രം എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ടൈം സേവിങ് ആണ്. 10,000 ആൾക്കാരെയും പഠിക്കുക അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് പോപ്പുലേഷൻ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് നമ്മൾ. 2 കോടിയിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അവരെ അത്രയും പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, എളുപ്പമാണോ? അല്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ടൈം സേവിങ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെ പഠിക്കുക. അപ്പോൾ ഫാസ്റ്ററായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും, ഫീസിബിൾ ആയിരിക്കും. ഓക്കെ, ഈസിയർ വെൻ പോപ്പുലേഷൻ ഈസ് ടു ലാർജ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് സാമ്പിളിങ് ഏറ്റവും എളുപ്പം, ഫീസിബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൊത്തത്തിൽ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ എന്താണ്, ഒരു പെർമനൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3000 പെർമനൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അല്ല, ഓക്കെ, പ്രൊഫസറിനെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കേരളത്തിനകത്ത് 4000-ൽ കൂടുതൽ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് പെർമനൻ്റ് ആയിട്ടുണ്ട് ഗവൺമെൻറ്റും എയ്ഡഡും കോളേജസിൽ. നമ്മൾ അതിൽ തന്നെ പ്രൊഫസറെ മാത്രമേ എടുക്കുന്നുള്ളൂ. അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ. പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിമം 50 60 മാക്സിമം 100 ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രൊഫസേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തുമ്പോൾ അതാണ് നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ 100. അവിടെ എന്ത് യൂസ്ഫുൾ അല്ല സാമ്പിളിംഗ്. അതിൽ നിന്നൊരു 10 വരെ എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും കറക്റ്റായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ വളരെ ലാർജ് പോപ്പുലേഷൻ ഉള്ള സമയത്താണ് എന്ത് ഫീസിബിളായിട്ടുള്ളത്, സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗമായിട്ടുള്ളത്. 100 ആൾക്കാരുള്ളിടത്ത് പോയി അതിൽ നിന്നും സാമ്പിൾ എടുക്കുന്നത് ആക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പോൾ വളരെ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള, നമുക്ക് അറിയാത്ത രീതിയിലുള്ളതോ അല്ലെങ്കിൽ വളരെ ലാർജ് ആയിട്ടുള്ളതോ ഉള്ള പോപ്പുലേഷൻ ഉള്ള സമയത്താണ് എന്ത് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്, സാമ്പിളിംഗ്. ഇനി ആക്യുറസി, പ്രോപ്പർ സാമ്പിളിംഗ് ക്യാൻ ഗീവ് റിസൾട്ട്സ് ക്ലോസ് ടു ദ ആക്ച്വൽ പോപ്പുലേഷൻ വാല്യൂസ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവാം, 10 ലക്ഷം ആൾക്കാരടുത്ത് ചോദിക്കേണ്ട കാര്യം നമ്മൾ ആകെ 1000 പേരെടുത്ത് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കറക്റ്റ് ആയിരിക്കുമോ? അതിന് നമുക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസും ലോസും പറയുന്നുണ്ട്. ഒപ്റ്റിമം എമൗണ്ട് ഓഫ് സാമ്പിൾ എടുക്കുവാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒപ്റ്റിമൽ എമൗണ്ട് ഓഫ് സാമ്പിൾ യൂഷ്വലി നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു 380 അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ 384 ഒരു ഒപ്റ്റിമം എമൗണ്ട് ഓഫ് സാമ്പിൾ നമ്മൾ യൂഷ്വലി പറയുക. അതൊരു 1000 3000 4000 ആ റേഞ്ചിലൊക്കെ വരുമ്പോൾ ആണെന്ന് വിചാരിക്കുക. അപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ പല കാൽക്കുലേഷൻസ് ഉണ്ട് കേട്ടോ. ഒപ്റ്റിമം എമൗണ്ട് ഓഫ് സാമ്പിളിംഗ് കണ്ടുപിടിക്കാൻ താരോയാമൻ, കൊക്രാഫ് ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട് പല സാമ്പിളിംഗ്
മെത്തേഡ് എന്താണ് ടെക്നിക്കുകളുണ്ട്, നമുക്കത് പഠിക്കാനില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ. പല തരത്തിലുള്ള ടെക്നിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ഫോർമുലാസ് ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇത്ര പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ എത്ര സാമ്പിൾ വേണമെന്ന് കണ്ടുപിടിക്കും. അതാണ് ഒപ്റ്റിമം സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ അല്ലെങ്കിൽ ഒപ്റ്റിമം സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പോപ്പുലേഷനിൽ നിന്ന് കിട്ടുന്ന എക്സാക്റ്റ് ആൻസർ അതിൽ നിന്ന് കിട്ടും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഒപ്റ്റിമൽ എമൗണ്ട് ഓഫ് സാമ്പിൾ, കൃത്യമായ സാമ്പിളിംഗ് എമൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന റിസൾട്ട് ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ എടുക്കുന്ന സാമ്പിൾ അതിനേക്കാൾ കുറവാണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കില്ല, ആക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി ഒന്നുകൂടെ, മാനേജബിൾ ആണ്. ഓക്കെ, മാനേജബിൾ ആവുന്ന എന്തുകൊണ്ടാണ്, ഒരു ഹൈ എമൗണ്ട് ഓഫ് പോപ്പുലേഷൻ ഉള്ളിടത്ത് നമ്മൾ ചെറിയൊരു സാമ്പിൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് മച്ച് മോർ എന്താണ്, മാനേജബിൾ ആയിരിക്കും. ലാർജിനേക്കാളും അത് കളക്ട് ചെയ്യാനാണെങ്കിലും അത് സ്റ്റോർ ചെയ്യാനാണെങ്കിലും അതിനെ അനാലിസിസ് ചെയ്യാനാണെങ്കിലും നമുക്ക് കുറച്ചും കൂടെ എന്തായിരിക്കും, ഈസി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് സാമ്പിളിങ്ങിൻ്റെ യൂസ് എന്ന് നമുക്ക് പറയുന്നത്. അടുത്ത കാര്യം, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാമ്പിളിങ്ങിൽ പഠിക്കേണ്ട കുറച്ച് കീ ടേംസ് ഉണ്ട്. ദ കീ ടേംസ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടതാണ് പോപ്പുലേഷൻ. എന്താണ് പോപ്പുലേഷൻ? നമുക്ക് എന്തിനെയാണോ മൊത്തമായി പഠിക്കേണ്ടത് അതാണ് പോപ്പുലേഷൻ. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ICICI ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ എന്താണ്, ICICI ബാങ്ക് കസ്റ്റമേഴ്സ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആരെക്കുറിച്ചാണോ പഠിക്കുന്നത് അതിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നതാണ് പോപ്പുലേഷൻ. ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ഓർ ഇൻഡിവിജ്വൽസ് ടു ബി സ്റ്റഡീഡ്. നമുക്ക് എന്തിനെയാണോ ആരെയാണോ പഠിക്കേണ്ടത് അതിൻ്റെ കംപ്ലീറ്റ് നമ്പർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പഠിക്കുന്നത് ICICI ബാങ്കിലെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ എത്ര ICICI ബാങ്ക് കസ്റ്റമേഴ്സ് ഉണ്ടോ, ഫോർ എക്സാമ്പിൾ ICICI ബാങ്കിന് മൊത്തമായിട്ട് 5000 കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ കേരളയിലുള്ള ആൾക്കാരെ മാത്രമാണ് പഠിക്കുന്നത്. ICICI ബാങ്ക് കസ്റ്റമേഴ്സ് കേരളയിലെ ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷനാണ് പഠിക്കുന്നതെങ്കിൽ ഇതിൽ കൂടുതലുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നതാണ് 5000 കസ്റ്റമേഴ്സ് ആണ് ഉള്ളത് വിചാരിക്കുക. അതാണ് നമ്മുടെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സാമ്പിൾ? എ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ സെലക്ടഡ് ഫോർ ദ അനാലിസിസ്. നമുക്ക് സ്റ്റഡി നടത്തുന്നതിനും അനാലിസിസ് നടത്തുന്നതിനും വേണ്ടി നമ്മൾ ഈ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു സബ്സെറ്റാണ്, ഒരു ചെറിയൊരു ഗ്രൂപ്പിനെയാണ് എന്തെന്ന് പറയുന്നത് സാമ്പിൾ. ഫോർ എക്സാമ്പിൾ 5000 ആൾക്കാരുണ്ട്, ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള സാമ്പിളിംഗ് ഫോർമുലാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കൊക്രാൻ ഫോർമുല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റാൻഡായിട്ട് 384, യൂഷ്വലി 384 വരാൻ ഞാൻ ജസ്റ്റ് അങ്ങനെ പറയുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എത്ര വേണോ വരാം. നമ്മൾ ആ ഫോർമുല ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, പലതരത്തിലുള്ള ഫോർമുലാസ് ഉണ്ട്. ഇടുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഏതാണ്, അതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 384 സാമ്പിളിംഗ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 5000-ൽ നിന്ന് എത്ര പേരെ എടുത്തുള്ളൂ, 384 കസ്റ്റമേഴ്സിനെ എടുക്കുന്നുള്ളൂ. അത് നമ്മൾ ചൂസ് ചെയ്യാണ്. ഇപ്പോൾ കേരളത്തിലെ കസ്റ്റമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ ട്രിവാൻഡ്രം മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 384 കസ്റ്റമേഴ്സ് എവിടെ നിന്നാണ്, ട്രിവാൻഡ്രത്താണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന്, അല്ലെങ്കിൽ എങ്ങനെ ചൂസ് ചെയ്യാം, നമുക്ക് ഏറ്റവും എന്താണ് സൗത്തിൽ നിന്ന് നമ്മൾ ട്രിവാൻഡ്രം എടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ എങ്ങനെ എടുക്കാം, നമ്മൾ സൗത്തിൽ നമ്മൾ ട്രിവാൻഡ്രം എടുത്തു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്ററിൽ നമ്മളൊരു കാലിക്കറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോർത്തിൽ പോയപ്പോൾ നമ്മൾ എന്താണ് കണ്ണൂർ എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ 3 ഡിസ്ട്രിക്റ്റ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അതിൽ നിന്ന് 3 കൂടെ മൊത്തമായിട്ട് 384. ഈ 5000 എന്ന് പറയുന്നത് മൊത്തം 14 ജില്ലകളുടേതാണ്. ഓക്കെ, 5000. അതിൽ നിന്ന് നമ്മൾ എത്ര സാമ്പിൾ എടുക്കുന്നുള്ളൂ, 384, 3 സ്ഥലത്തു നിന്ന് എടുക്കുന്നുള്ളൂ. അതാണ് സാമ്പിൾ, എ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ സെലക്ടഡ് ഫോർ ദ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്? എ ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഫ്രം വിച്ച് ദ സാമ്പിൾ ഇസ് ഡ്രോൺ. ഓക്കെ, നമ്മൾ എന്ത് എലമെൻറ്റ്സിൽ നിന്നാണ് സാമ്പിൾ ഡ്രോൺ ചെയ്യുന്നത്? ഓക്കെ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞു 384 ആൾക്കാരെ മാത്രമേ നമ്മൾ 5000 സാമ്പിളിൽ നിന്നും എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണ്, സാമ്പിളിംഗ് ഫ്രെയിം. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഫ്രം വിച്ച് ദ സാമ്പിൾ ഇസ് ഡ്രോൺ. നമ്മൾ പോപ്പുലേഷനിൽ നിന്നാണല്ലോ സാമ്പിൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു 5000 ആൾക്കാരാണ് ടോട്ടൽ ICICI ബാങ്കിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ കേരളത്തിൽ മൊത്തമായിട്ടും. അതാണ് നമ്മുടെ പോപ്പുലേഷൻ.
അതിൽ നിന്നും 384 ആൾക്കാരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മുടെ സാമ്പിൾ. ഇനി എവിടെ നിന്നാണോ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് ആ ഫ്രെയിമിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന റെക്കോർഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ്, അതിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ 5000 കസ്റ്റമേഴ്സ് കേരളത്തിലുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കി? ICICI ബാങ്കിൻ്റെ റെക്കോർഡിൽ നിന്നും മനസ്സിലാക്കി, കസ്റ്റമർ ഡീറ്റെയിൽസിൽ നിന്നും മനസ്സിലാക്കി. ആ റെക്കോർഡ്, ആ പോപ്പുലേഷൻ്റെ ആ റെക്കോർഡ് അല്ലെങ്കിൽ മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അതായത് ദ ലിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഓഫ് എവറി ഇൻഡിവിജ്വൽസ് ഓർ ഐറ്റംസ് ഇൻ ദ പോപ്പുലേഷൻ. പോപ്പുലേഷനിലുള്ള എല്ലാ ആൾക്കാരുടെയും ഡീറ്റെയിൽസ്, അതിൻ്റെ ഇൻഫർമേഷൻ, ആ ഒരു മെറ്റീരിയൽ റെക്കോർഡാണ് എന്ത്? സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് ചുമ്മാ പറയാൻ പറ്റുമോ 5000 ഉണ്ടെന്ന്? നമുക്കൊരു മെറ്റീരിയൽ ഫാക്ട് വേണ്ടേ? ആ ഒരു ടോട്ടൽ ഇൻഫോർമേഷനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അതിൽ നിന്നുമാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? സാമ്പിൾ തിരഞ്ഞെടുക്കുന്നത്. ഇനി സാമ്പിളിംഗ് യൂണിറ്റ്, a single element or a group of element considered for the selection. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൊത്തം പോപ്പുലേഷൻ്റെ ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ്, മൊത്തം പോപ്പുലേഷനകത്ത് വരുന്ന എല്ലാ എലമെൻസിൻ്റെയും ഡീറ്റെയിൽസിനാണ്, അല്ലെങ്കിൽ എല്ലാ എലമെൻസിനും കൂടെ ടോട്ടലായിട്ട് പറയുന്നതാണ് സാമ്പിളിംഗ് ഫ്രെയിം. അപ്പോൾ സാമ്പിളിംഗ് യൂണിറ്റ് എന്താ? നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിളിനകത്തുള്ള സിംഗിൾ എലമെൻറ്റ്. ഓക്കെ, ദ സിംഗിൾ എലമെൻറ്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് കൺസിഡർഡ് ഫോർ എ സെലക്ഷൻ. നമ്മൾ സെലക്ഷന് വേണ്ടി എടുത്തിട്ടുള്ള ആ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് സാമ്പിൾ യൂണിറ്റ്സ്. അത് ചിലപ്പോൾ സിംഗിൾ എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എലമെൻ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു 384 നമ്മളെ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 384 വരുടെ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുമല്ലോ. അതിലുള്ള ഓരോ എലമെൻറ്റിനെയും നമുക്ക് സാമ്പിൾ യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്നും ട്രിവാൻഡ്രത്തിൽ നിന്നും കാലിക്കട്ടിൽ നിന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഒരു 125 വരെ വെച്ചിട്ടോ 124 വെച്ച് അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തും വിചാരിക്കുക. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടാവും. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ മൊത്തം 5000 എന്ന് പറയുന്ന ആ ഫുൾ നമ്മൾ എന്താണ് പറയുന്നത്? പോപ്പുലേഷൻ്റെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസിനെയാണ് സാമ്പിൾ ഫ്രെയിം എന്ന് പറയുക. പക്ഷേ സാമ്പിളിംഗ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സാമ്പിളിനകത്തുള്ള സിംഗിൾ എലമെൻറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റിനെ പറയുന്ന പേരാണ് സാമ്പിൾ യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 384 ആൾക്കാരാണ് നമ്മൾ സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ ട്രിവാൻഡ്രത്തിൽ നിന്നും രവി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ആരാണ്? ഒരു സാമ്പിൾ എലമെൻ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ കണ്ണൂർ മാത്രമുള്ള 124 പേര്, അവരൊരു ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ മൊത്തം സാമ്പിളിനകത്ത് വരുന്ന സിംഗിൾ എലമെൻറ്റിനെയോ ഗ്രൂപ്പ് ഓഫ് എലമെൻസിനെയോ ആണ് എന്തെന്ന് വിളിക്കുന്നത്? സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത് പോവാം. പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ് തിയറി. ഈ സാമ്പിളിംഗ് തിയറിക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്താണ്? 3 പ്രിൻസിപ്പിളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഈ സാമ്പിളിംഗ് തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഒപ്റ്റിമൽ സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോപ്പുലേഷൻ്റെ അതേ റിസൾട്ട് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഓരോ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്. ഓരോ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് നോക്കാം. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ഈ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാൻഡംലി ഡ്രോൺ സാമ്പിൾ ടെൻസ് ടു റെപ്രസെൻറ്റ് ദ പോപ്പുലേഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ICICI ബാങ്കിലെ കസ്റ്റമേഴ്സിനെ കുറിച്ചാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് പോകാനുള്ള മടി കാരണം, ഞാൻ കേരളയിലുള്ള ICICI ബാങ്കിലെ കസ്റ്റമേഴ്സിനെയാണ് പഠിക്കുന്നത്. എനിക്ക് പോകാനുള്ള മടി കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നു. ഞാൻ ട്രിവാൻഡ്രത്തുള്ളവരെ മാത്രം സെലക്ട് ചെയ്തു. അത് എൻ്റെ ബയാസ്ഡാണ്. ഞാൻ കറക്റ്റായിട്ടുള്ളൊരു ഫോമുല ഉപയോഗിച്ചിട്ടല്ല എടുത്തത്. എനിക്ക് തോന്നും, എനിക്ക് അടുത്തുള്ള ആൾക്കാരെ കണ്ടവരെയൊക്കെ വെച്ച് ഞാൻ എടുത്തു. അതിനെ റാൻഡം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് റാൻഡം എന്ന് പറയുന്നത്? എല്ലാ ആൾക്കാർക്കും ഈക്വൽ ചാൻസ് ഉള്ളത്. നമ്മൾ ഈ ലോട്ടൊക്കെ ഇട്ടെടുക്കില്ലേ? ലോട്ട് ഇട്ടെടുത്താൽ നമുക്കറിയില്ലല്ലോ നമ്മൾ ആരെയാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ അവിടെ എല്ലാവർക്കും ഒരുപോലെ ചാൻസ് ഉണ്ട്. ഭാഗ്യം അനുസരിച്ച് കിട്ടും, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈക്വൽ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഈക്വൽ ആയിട്ടുള്ള ചാൻസ് ഉള്ളതിനെയാണ് റാൻഡം എന്ന് പറയുന്നത്. ഒരു ബയാസോ നമ്മൾ അറിഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യാത്ത, ഓക്കെ, ഒരു ക്രൈറ്റീരിയ വച്ച് സെലക്ട് ചെയ്യാത്തതിനെയാണ് നമ്മൾ റാൻഡം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്തുള്ള എനിക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരെ മാത്രം എടുക്കുന്നു. അത് റാൻഡം അല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ആൻസർ തരുന്ന, എനിക്ക് പോസിറ്റീവായിട്ട് മാത്രം ആൻസർ തരുന്നവരെ മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു. അതും ബയാസ്ഡ് ആണ്. ചില ആൾക്കാർക്ക് നെഗറ്റീവ് അഭിപ്രായം ഉണ്ടാവില്ലേ?
എനിക്ക് പരിചയമുള്ളവരെ മാത്രം ഞാൻ എടുക്കുന്നു, അത് റാൻഡം അല്ല. റാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യക്തിക്കും ഒരേ റൈറ്റ് ഉള്ളത്, എല്ലാ വ്യക്തിയും ഒരുപോലെ ചാൻസ് ഉണ്ട്. നമ്മളൊരു ബക്കറ്റിനകത്ത് കുറേ ആൾക്കാരെ ലിസ്റ്റ് എടുത്തിട്ട് എടുക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും അതിൽ നിന്ന് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ആര് വേണമെങ്കിലും വരാം. ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സെലക്റ്റഡ് എന്ന് പറയുന്നതാണ് റാൻഡം. നമ്മളെ മൊത്തം പോപ്പുലേഷൻ എല്ലാവർക്കും ഒരുപോലെ സെലക്ട് ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ റാൻഡം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം റാൻഡംലി ഡ്രോൺ ആയിട്ടുള്ള, അതായത് ഒരു പർപ്പസും ഇല്ലാതെ മനഃപൂർവ്വമല്ലാതെ നമ്മൾ റാൻഡംലി ആണ് സാമ്പിൾ ഡ്രോൺ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് റെപ്രസെൻറ്റ് ദ പോപ്പുലേഷൻ, അത് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നാണ് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടോ നമ്മൾ ഇഷ്ടപ്രകാരമോ എടുക്കുന്ന സാമ്പിളിനേക്കാൾ റാൻഡമായിട്ട് എടുക്കുന്ന സാമ്പിളുകൾ എന്ന് പറയുന്നത് പോപ്പുലേഷനെ കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യും, കൃത്യമായിട്ടുള്ള റിസൾട്ട് തരും എന്നാണ് ഇതിൽ പറയുന്നത്, ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയിൽ പറയുന്നത്. അതൊന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്. ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് സാമ്പിൾ എത്രത്തോളം ലാർജർ ആവാമോ അത്രത്തോളം പോപ്പുലേഷനെ പോലെ അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യും. അപ്പം എത്രയും ചെറിയ സാമ്പിൾ ആയാൽ അത് പോപ്പുലേഷൻ അത്ര റെപ്രസെൻറ്റ് ചെയ്യില്ല. അപ്പോൾ സാമ്പിൾ എത്രത്തോളം ലാർജർ ആവുന്നോ, ഇപ്പോൾ 354 എന്ന് പറയുന്നതാണ് ഒരു ഒപ്റ്റിമം നമ്പർ. ഒരു ഐഡിയയിൽ അല്ലെങ്കിൽ ആക്യുറേഷനിൽ 300 അല്ലെങ്കിൽ 384 ഒപ്റ്റിമൽ നമ്പർ എന്ന് വിചാരിക്കുക. അതിൽ മുകളിലോട്ട് നമ്മൾ സാമ്പിൾ എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ 500 സാമ്പിൾ എടുത്താൽ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും പോപ്പുലേഷനുമായിട്ട് ഇല്ലേ? അപ്പം ലാർജ് സാമ്പിളിൻ്റെ എണ്ണം കൂടുന്തോറും അത് അത്രമാത്രം പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യും, അല്ലെങ്കിൽ അത്രമാത്രം നമ്മുടെ ആൻസർ ആക്യുറേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ലാർജർ ദ സാമ്പിൾസ് ആർ മോർ റിലയബിൾ ആൻഡ് ക്ലോസർ ടു ദ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. സാമ്പിൾ എത്രത്തോളം ലാർജർ ആകുന്നോ അത്രത്തോളം അത് പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ റെപ്രസെൻ്റ് ചെയ്യും. ലോ ആവും തോറും അത് അത്രയും കുറഞ്ഞു വരും ആക്യുറസി. മനസ്സിലാവുന്നുണ്ടോ? ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുഡ് അല്ലെങ്കിൽ പ്രോപ്പർ അല്ലെങ്കിൽ ഒപ്റ്റിമം സാമ്പിൾ നമുക്ക് എന്ത് തരും? മാക്സിമം ഇൻഫോർമേഷൻ തരും. നമ്മൾ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള ഫോർമുലാസ് ഇട്ട് നമ്മൾ ഗുഡ് സാമ്പിൾ നമ്പർ അല്ലെങ്കിൽ ഒപ്റ്റിമം സാമ്പിൾ നമ്പർ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു. അപ്പം ഈ ഒപ്റ്റിമൽ സാമ്പിൾ നമ്പർ അല്ലെങ്കിൽ ഗുഡ് സാമ്പിളാണ്, നമ്മൾ കൃത്യമായിട്ടുള്ള സാമ്പിളാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാക്സിമം ഇൻഫോർമേഷൻ തരും വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് എഫേർട്ട്. കുറേ വാരി എടുക്കണം എന്നൊന്നും ഇല്ല, പക്ഷേ എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം, ഒപ്റ്റിമം ആയിരിക്കണം, ഗുഡ് ആയിരിക്കണം. ഇപ്പം ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു ലാർജ് നമ്പർ ഓഫ് സാമ്പിൾസ് കൂടുന്നവർ ആക്യുറസി കൂടുന്നുള്ള സത്യമായ കാര്യമാണ്. പക്ഷേ എടുക്കുന്ന 500ഉം നമുക്ക് തോന്നിയതൊക്കെ പോലെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെന്നൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ആക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പം ഒപ്റ്റിമം കൂടെ ആയിരിക്കണം. ലാർജർ ആവുന്നു എന്നുള്ള കാര്യമില്ല, ഒപ്റ്റിമം ആയിരിക്കണം, ഗുഡ് ആയിരിക്കണം. അതായത് എടുക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള, വളരെ ഒപ്റ്റിമം ആയിട്ടുള്ള, ഗുഡ് ആയിട്ടുള്ള സാമ്പിളിനെ തന്നെ നമ്മൾ സെലക്ട് എടുക്കണം. ഓക്കെ, അപ്പം ഒപ്റ്റിമം സാമ്പിൾ എടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത് എന്താണ്? അതിൽ മാക്സിമം ഇൻഫോർമേഷൻ കിട്ടും, അവിടുത്തെ കോസ്റ്റും എഫേർട്ടും കുറവായിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമൈസേഷൻ. നിങ്ങൾ 3 ലോസ് ആണ് പഠിച്ചത് അല്ലേ? ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്താണ്? റാൻഡംലി ഡ്രോൺ ചെയ്യുന്ന സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യും. ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്, എത്രത്തോളം ലാർജ് നമ്പർ ഓഫ് സാമ്പിൾസ് ആയിട്ട് മാറുന്നു അത്രത്തോളം അത് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യും. പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമൈസേഷൻ, നല്ലൊരു സാമ്പിൾ എടുക്കുന്നത് വളരെ ഒപ്റ്റിമൽ സാമ്പിൾ ആണെങ്കിൽ മാക്സിമം ഇൻഫോർമേഷൻ തരും, കോസ്റ്റും എഫേർട്ടും കുറവായിരിക്കും. ഇത്രയാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിളിംഗ്? സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എക്കണോമിക്കൽ ആൻഡ് സേവ്സ് ടൈം. എക്കണോമിക്കലാണ്, അതായത് ഫിനാൻഷ്യലി നമുക്ക് കുറച്ചും കൂടെ ഫീസിബിൾ ആണല്ലേ, കോസ്റ്റ് കുറവാണ്. കാരണം 5000 പേരെ പഠിക്കണ്ടല്ലോ, സാമ്പിൾ എടുക്കുമ്പോൾ കുറച്ച് ആൾക്കാരെ പഠിച്ചാൽ പോരെ. അപ്പോൾ സമയവും കുറവായിരിക്കും, പൈസയും കുറവായിരിക്കും. പ്രാക്ടിക്കൽ ഫോർ ലാർജ് പോപ്പുലേഷൻ. സാമ്പിളിങ് എപ്പോഴും ലാർജ് പോപ്പുലേഷൻ ഉള്ളപ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 5000 ഒക്കെ ആണെങ്കിൽ നമുക്ക് 300 എടുക്കാം. 10 പേരേ ഉള്ളൂ മൊത്തം പോപ്പുലേഷൻ എങ്കിലോ നമുക്ക് പിന്നെ അതിൽ നിന്നും സാമ്പിൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ലാർജ് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പിളിങ് സ്യൂട്ടബിൾ ആവത്തുള്ളൂ. വർക്ക് ലോഡ് കുറയ്ക്കും. മൊത്തം ആൾക്കാരെ കളക്ട് ചെയ്യണ്ടല്ലോ, കുറച്ച് ആൾക്കാരെ മാത്രം എടുത്താൽ മതി. അപ്പോൾ വർക്ക് ലോഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. എനേബിൾഡ് ഡീറ്റെയിൽഡ് അനാലിസിസ്. 5000 പേരുടെ അനാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്ര ആൾക്കാരുടെ അനാലിസിസ് എടുത്താൽ ഭയങ്കര പാടാണ്. പക്ഷേ
കുറച്ച് ആൾക്കാർ തമ്മിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും, അനാലിസിസ് നടത്താൻ പറ്റും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനിയുണ്ട് ഒന്നുകൂടെ ഉണ്ട്, അലൗസ് യൂസ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ്. സാമ്പിളിങ്ങിന് പല തരത്തിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാമ്പിളിംഗ് പോപ്പുലേഷനിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് സാമ്പിളിംഗ്. സാമ്പിളിങ്ങിന് വേണ്ടി ഒരുപാട് സയൻറ്റിഫിക് മെത്തേഡ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ച് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ എടുക്കാനായിട്ട് സാധിക്കും. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് സാമ്പിളിംഗ്? എന്താണ് സാമ്പിളിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് നോക്കാം. മെ നോട്ട് ഫുള്ളി റെപ്രസെൻറ്റ് ദ പോപ്പുലേഷൻ. ചില സാഹചര്യങ്ങളിൽ പോപ്പുലേഷന് കൃത്യമായിട്ട് നമ്മൾ ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നുണ്ട്, നമ്മൾ ലാർജർ നമ്പർ എടുത്ത് ആ പോപ്പുലേഷൻ റെപ്രസെൻ്റ് ചെയ്യും, ഒപ്റ്റിമൽ നമ്പർ എടുത്ത് ആ പോപ്പുലേഷൻ റെപ്രസെൻ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ആൾക്കാർ പ്രജുഡിസ്ഡ് ആയിട്ട് എല്ലാവരും കൃത്യമായിട്ട് ഈ സാമ്പിളിംഗ് ഒന്നും കളക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ 354 വരെ എടുക്കാൻ ചില ആൾക്കാർ 10 വരെ എടുക്കുള്ളൂ, എന്നിട്ട് 354 എന്നൊക്കെ പറഞ്ഞെന്ന് വരാം. അപ്പം ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് കൃത്യമായിട്ടുള്ള സാമ്പിൾ അല്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, കൃത്യമായിട്ട് അത് പോപ്പുലേഷൻ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ദർ ഇസ് എ ചാൻസ്, കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് നോട്ട് ഫുള്ളി റെപ്രസെൻറ്റ് ദ പോപ്പുലേഷൻ റെപ്രസെൻറ്റ് ചെയ്യാതിരിക്കാനുമുള്ള ചാൻസ് ഉണ്ട്. സാമ്പിളിംഗ് ഇറേഴ്സ് ഈസ് പോസിബിൾ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ എടുക്കുന്ന എല്ലാ സാമ്പിളും കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിൻ്റെയൊക്കെ ബേസിസിൽ എടുക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമാണെന്ന് നമുക്ക് ഒരിക്കലും 100% പറയാൻ പറ്റില്ല. അപ്പോൾ സാമ്പിളിംഗ് ഇറേഴ്സ് ഉണ്ടാവാൻ അല്ലെങ്കിൽ സാമ്പിൾ ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പുവർ ഡിസൈൻ ലീഡ്സ് ടു ബയാസ്. നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ സാമ്പിളിംഗ് എടുക്കുന്നില്ല, പുവറായിട്ടുള്ള നമുക്കൊന്നും അറിഞ്ഞുകൂടാതെ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ പുവറായിട്ട് നമുക്ക് തോന്നും പോലെയൊക്കെയുള്ള ഡിസൈനിലാണ് നമ്മൾ സാമ്പിളിംഗ് എടുക്കുന്നതെങ്കിൽ അത് ബയാസിന് കാരണമാവും. ബയാസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ മുൻവിധികൾക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള, ഇപ്പോൾ ഞാനൊരു ICICI ബാങ്കിലെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ പഠിക്കാനാണ് പോകുന്നത്. അപ്പോൾ എനിക്കൊരു മുൻവിധിയുണ്ട്, അവിടെ ആർക്കും ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. അതാണ് എൻ്റെ ബയാസ്. ഡേറ്റ കളക്ട് ചെയ്യുന്ന ആളുടെ ബയാസ് അതിൽ സംഭവിക്കുക, അത് വരും കേട്ടോ. നമ്മൾ ഏത് ഡേറ്റ പഠിക്കാൻ പോയാലും നമുക്കൊരു മുൻവിധി ഉണ്ടാകും, നമുക്കൊരു ചിന്താഗതി ഉണ്ടാവും. നമ്മൾ ആ ചിന്താഗതിയോട് കൂടിയായിരിക്കും അതിൻ്റെ ഉത്തരങ്ങളെയൊക്കെ കാണുക. അപ്പോൾ ബയാസിനുള്ള ചാൻസസ് പുവർ ഡിസൈൻ ആണെങ്കിൽ, നല്ല രീതിയിൽ സെലക്ട് ചെയ്ത ഡിസൈൻ ആണെങ്കിൽ ബയാസിനുള്ള ചാൻസ് ഉണ്ട്. നോട്ട് സ്യൂട്ടബിൾ വെൻ പോപ്പുലേഷൻ ഈസ് വെരി സ്മാൾ ഓർ യൂണിക്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പോപ്പുലേഷൻ ഹൈ ആണെങ്കിൽ മാത്രമേ, ലാർജർ ആണെങ്കിൽ മാത്രമേ സാമ്പിളിങ്ങിന് സ്കോപ്പ് ഉള്ളൂ. വെരി സ്മോൾ പോപ്പുലേഷൻ ആണെങ്കിൽ യുണീക്ക്, അതായത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ ഒരു ഐറ്റം വേറെ വ്യത്യസ്തമാണ്, നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഏതാണ്ട് പോപ്പുലേഷൻ എല്ലാവർക്കും ഒരേ സ്വഭാവമാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത്. യുണീക്കായിട്ടുള്ളതോ വളരെ സ്മോൾ ആയിട്ടുള്ളതോ ആയിട്ടുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, സാമ്പിളിംഗ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് വാട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ഏരിയ എന്ന് പറയുന്നതാണ് സാമ്പിളിംഗ് മെത്തേഡ്സ്, വേരിയസ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാമ്പിളിംഗ് മെത്തേഡ്സ് എന്താണ്, സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതിനുള്ള യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസിനെയാണ് സാമ്പിൾ മെത്തേഡ്സ് എന്ന് നമ്മൾ പറയുക. അങ്ങനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്, പ്രോബബിലിറ്റി എന്നും നോൺ പ്രോബബിലിറ്റി എന്നും. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സും ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സും ഉണ്ട്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ പോപ്പുലേഷനിലെ എല്ലാ ഐറ്റത്തിനും റാൻഡം ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഒരുപോലെ സെലക്ട് ആവാനുള്ള റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ പ്രോബബിലിറ്റി എന്ന് പറയും. നോൺ പ്രോബബിലിറ്റി നമ്മുടെ എന്തെങ്കിലും ഒരു ബയാസിൻ്റെ ബേസിസിലോ ക്രൈറ്റീരിയ ബേസിസിലോ ഒക്കെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അവിടെ എല്ലാവർക്കും ഒരുപോലെ സെലക്റ്റഡ് ആവാൻ പറ്റില്ല, നമ്മൾ എന്തെങ്കിലും റീസൺ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതാണ് സിംപ്ലി എന്ത്, പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്കിനി ഓരോന്നായിട്ട് പഠിക്കാം. എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? A probability sampling is a sampling technique in which every unit of population has a non-zero and equal chance of being selecting. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോപ്പുലേഷനെ എടുക്കുമ്പോൾ ആ പോപ്പുലേഷനകത്തുള്ള ഓരോ എലമെൻറ്റിനും അല്ലെങ്കിൽ ഓരോ യൂണിറ്റും നമുക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ അതെല്ലാം നോൺ സീറോ, അതിൻ്റെയൊക്കെ വാല്യൂ നോൺ സീറോ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്കെല്ലാവർക്കും ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? 5000 നമ്മുടെ പോപ്പുലേഷൻ എങ്കിൽ അത് നോൺ ആയിരിക്കും. നമുക്ക് 5000 ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കണം.
ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും സെലക്ട് ചെയ്യുമ്പോൾ ഈക്വൽ ചാൻസ് ഉണ്ടായിരിക്കണം എങ്കിൽ അതിനെ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയാം. സോ ബേസിക്കലി പോപ്പുലേഷൻ നോൺ ആയിരിക്കണം. 5000 പേരുണ്ടെങ്കിൽ 5000 പേരുടെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നോൺ സീറോ ആയിരിക്കണം. അതുപോലെ എല്ലാവർക്കും സെലക്ട് ചെയ്യാനുള്ള ഈക്വൽ ചാൻസ് ഉണ്ടാവണം. ബയാസ്ഡ് ആവാൻ പാടില്ല. എങ്കിലേ നമുക്ക് ആ സാമ്പിളിങ്ങിൻ്റെ മെത്തേഡിനെ എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. സോ പോപ്പുലേഷൻ നോൺ ആയിരിക്കണം. നോൺ സീറോ എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം എന്നതിന് അർത്ഥം. നോൺ സീറോ ആവാൻ പാടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കുമ്പോൾ ഇപ്പോൾ ICICI ബാങ്കിൻ്റെ കസ്റ്റമേഴ്സ് ആരുമില്ല, നോൺ സീറോ, അത് സീറോ അല്ലേ എൻ്റെ ആൻസർ? 5000 ആണ്. സോ നോൺ സീറോ ആണോ? അല്ല, മോർ ദാൻ സീറോ ആണ് നമ്പേഴ്സ്. അപ്പോൾ പോപ്പുലേഷൻ നോൺ സീറോ ആവാൻ പാടില്ല. ഓക്കെ, നോൺ ആയിരിക്കണം. പോപ്പുലേഷനിൽ എവരി ഇൻഡിവിജ്വലിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അവർക്കെല്ലാം സെലക്ട് ചെയ്യാൻ ഈക്വൽ ചാൻസും ആയിരിക്കണം. ഈക്വൽ ചാൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? റാൻഡംലി സെലക്ട് ചെയ്യണം അല്ലേ? നമ്മൾ ബയാസോടുകൂടി അല്ലാതെ റാൻഡംലി കണ്ണ് കെട്ടിയെടുക്കും പോലെ എടുക്കണം. റാൻഡംലി നമ്മൾ എടുക്കണതിനെയാണ് നമ്മൾ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടിങ്, അല്ലെങ്കിൽ റാൻഡംലി എന്ന് വേണം അതിനെ പറയാൻ. റാൻഡംലി. ഓക്കെ, ദെൻ ഈ മെത്തേഡിൻ്റെ ഗുണമെന്ന് പറയുന്നത് അൺബയാസ്ഡ് ആയിരിക്കും. ഈ റാൻഡംലി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല എടുക്കുന്നത്. നമ്മളൊരു ലോട്ടറി മെത്തേഡോ നമ്മളൊക്കെ അറിയാതെ എടുക്കുന്നത്, എന്താ എടുക്കുന്നത് നമുക്ക് അറിയില്ല, എന്താ സെലക്ട് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. ഓക്കെ, അതാണ് റാൻഡംലി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് അൺബയാസ്ഡ് ആണ്. നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ സാമ്പിൾ എടുക്കുന്നത്, അതുകൊണ്ട് അത് അൺബയാസ്ഡ് ആണ്. ആൻഡ് റെപ്രസെൻറ്റേഷൻ ആൻഡ് സപ്പോർട്ട്സ് ജനറലൈസേഷൻ ഓഫ് റിസൾട്ട്സ് ഓഫ് ദ എൻ്റയർ പോപ്പുലേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാൻഡംലി സെലക്ട് ചെയ്യുന്ന സാമ്പിൾസ് എന്ന് പറയുന്നത് പോപ്പുലേഷനെ കംപ്ലീറ്റ്ലി റെപ്രസെൻറ്റ് ചെയ്യും എന്ന് നമ്മൾ പ്രിൻസിപ്പിളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് റാൻഡംലി ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പോപ്പുലേഷനെ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ്റെ മൊത്തമായിട്ടുള്ള റിസൾട്ട് നമുക്ക് തരും. ഓക്കെ, അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എവറി മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് എ നോൺ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ്. എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അവർക്കെല്ലാം ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സെലക്റ്റഡ്. ആര് സെലക്റ്റഡ് ആവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിലും സെലക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സെലക്ഷൻ ഇസ് ഡൺ യൂസിങ് റാൻഡം മെത്തേഡ്സ് ലൈക്ക് ലോട്ടറി ഓർ റാൻഡം നമ്പർ ടേബിൾസ്. നമുക്ക് തോന്നും പോലെ ഇഷ്ടമുള്ള ആൾക്കാരെ അല്ല നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുന്നത്. ഒന്നുകിൽ ലോട്ടറി മെത്തേഡ്. ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ടല്ലേ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ ഒരു ബോക്സ് മൊത്തം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ അത് ടെക്നോളജിയായി, മറ്റൊരു മെഷീൻ പോലത്തെ ഒരു സാധനം കറക്കുമ്പോഴത്തേക്ക് അത് നിർത്തുന്ന സമയത്ത് വരുന്നത് ആരാണോ അവർ ജയിക്കും. അതുപോലെ. അല്ലെങ്കിൽ പണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ലോട്ടറി മെത്തേഡിൽ? ഒരു ബൗളിൽ എല്ലാ ആൾക്കാരുടെ ഡീറ്റെയിൽ എടുത്തിട്ട് അതിൽ നമ്മൾ ചൂസ് ചെയ്യും അല്ലേ? നമ്മൾ മടക്കിട്ടേക്കുന്ന പേപ്പറിൽ നിന്ന് എടുക്കും. അതാണ് ലോട്ടറി മെത്തേഡ്. അല്ലെങ്കിൽ റാൻഡം നമ്പർ ടേബിൾസ്. ഈ റാൻഡം നമ്പർ ടേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ചില ടേബിൾസ് കാണും. അതിൽ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മളെ കയ്യിലുള്ള പോപ്പുലേഷന് നമ്മൾ ആ നമ്പേഴ്സിന് എന്ത് ചെയ്യും? അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും നമ്പേഴ്സ് എടുക്കും. കാരണം നമുക്കറിയില്ലല്ലോ ഏത് നമ്പറിനാണ് ഏത് ലോട്ടിനാണ് കൊടുത്തേക്കണമെന്ന് അറിയാം. നമ്മൾ ഏതെങ്കിലും നമ്പർ സെലക്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുടെ പേര് ഓപ്പൺ ചെയ്യുമ്പോൾ അയാൾക്കായിരിക്കും ചാൻസ്. അതാണ് റാൻഡം നമ്പർ ടേബിൾസും ലോട്ടറി മെത്തേഡ്സും എന്ന് പറയുന്നത്. ഈ രണ്ട് മെത്തേഡ്സിലൂടെ ആയിരിക്കും നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? പ്രോബബിലിറ്റി മെത്തേഡിൽ റാൻഡംലി ചൂസ് ചെയ്യുന്നത്. ഇതിൽ എന്ത് കുറയ്ക്കും? സാമ്പിളിംഗ് ബയാസ്. ബയാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മുൻവിധികളാണ്. ഇന്ന ആളെ സെലക്ട് ചെയ്താൽ നമുക്ക് നല്ല ഡേറ്റ് കിട്ടും. ചിലപ്പോൾ അയാളെ സെലക്ട് ചെയ്താൽ ഡേറ്റ് കിട്ടൂല. നമ്മളെ ചിന്താഗതിയാണ്. ലോട്ടറി മെത്തേഡിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാമെന്നല്ല. ഒരാൾ എടുത്തേ പറ്റൂ, ആരെങ്കിലും ഒരാൾ ഇഷ്ടമുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ തന്നെയാണ് എൻ്റെ ആൻസർ. അപ്പോൾ ബയാസ് കുറയ്ക്കും. കുറച്ചും കൂടെ റിസൾട്ട് എന്താണ്? വിശ്വസനീയമായിരിക്കും. നമ്മുടെ ചിന്താഗതി വെച്ചല്ല നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റിസൾട്ട് എപ്പോഴും വിശ്വസനീയമായിരിക്കും. It allows generalization of results to the entire population. റാൻഡംലി എടുക്കുന്നത് കൊണ്ട് തന്നെ എൻ്റയർ പോപ്പുലേഷൻ്റെ റിസൾട്ട് നമുക്ക് ജനറൽ ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ സാമ്പിളിൽ നിന്നും ഡ്രോ ചെയ്യുന്ന നമ്മുടെ റിസൾട്ടിനെ നമുക്ക് പോപ്പുലേഷൻ്റെതായിട്ട് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അത് കൂടുതൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തിനെ? പോപ്പുലേഷനെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇറ്റ് സപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് ആക്യുറസി ടെസ്റ്റിംഗ്. എന്തിനു സഹായിക്കും? ഇറ്റ് സപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് ആക്യുറസി ടെസ്റ്റിംഗ്. നമ്മൾ 5000 ആൾക്കാരുടെയും ഡേറ്റ എടുത്ത് വെച്ച് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര അനാലിസിസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ഓക്കെ, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, കുറച്ച് ആൾക്കാരുടെ 5000 എന്നല്ല, പോപ്പുലേഷൻ ചിലപ്പോൾ ഇന്ത്യയുടെ മൊത്തമാണെങ്കിൽ 2 കോടിക്കൊക്കെ മുകളിൽ പോകും. ലാർജ് പോപ്പുലേഷൻ ആയിരിക്കും, ചിലതിൻ്റെ എണ്ണം നമുക്കറിയില്ലായിരിക്കും, ഇൻഫിനിറ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് സാമ്പിൾ മാത്രം എടുത്താണ് നമ്മൾ അനാലിസിസ് ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് കുറച്ചുകൂടെ എളുപ്പമാണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, 2 കോടി ആൾക്കാരുടെ ആവറേജൊക്കെ നമ്മൾ എന്നാടാ കണ്ടുപിടിച്ച് തരിക? നടക്കില്ല. അപ്പോൾ സാമ്പിളിനെ കണ്ടുപിടിക്കുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ഒരു 2 കോടിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. ആക്യുറസി, നമ്മളിപ്പോൾ വെറും 300 ആൾക്കാരെയാണ് സാമ്പിളിങ് എടുത്തതെന്ന് വിചാരിക്കുക. അത് വെച്ചാണ് നമ്മുടെ 2 കോടി ആൾക്കാർ 5000 ആൾക്കാരുടെ റിസൾട്ട് കണ്ടുപിടിച്ചതെന്ന് വിചാരിക്കുക. നമുക്കത് ആക്യുറസി ടെസ്റ്റിംഗ് നടത്താൻ പറ്റും. കറക്റ്റ് ആണോ എന്ന് നോക്കാൻ പറ്റും. ആക്യുറസി ടെസ്റ്റിങ്ങുകൾ നമുക്ക് എന്തിൽ ചെയ്യാൻ പറ്റും? സാമ്പിളിങ്ങിൽ ചെയ്യാൻ പറ്റും. ഇനി റിക്വയർസ് എ കംപ്ലീറ്റ് ലിസ്റ്റ്. നമുക്കിപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, 300 പേരെ നിങ്ങൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ പ്രോബബിലിറ്റിയിൽ എടുത്ത് പറയുന്ന കാര്യം എന്താ? പോപ്പുലേഷൻ നോൺ ആയിരിക്കണം. 5000 പേരുണ്ടെങ്കിൽ 5000 പേരുടെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതൊരു പ്രശ്നമല്ലേ? അതൊരു ഗുണമാണ് ദോഷമാണ്? അത് ഗുണം എന്ന് പറയാൻ കാരണം അത്ര ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് പോപ്പുലേഷൻ്റെ ലിസ്റ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ഫ്രെയിം. നമ്മൾ പഠിച്ചിരുന്നു എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. നമ്മുടെ പോപ്പുലേഷനകത്ത് വരുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ എലമെൻസിൻ്റെയും ഡീറ്റെയിൽസിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ സാമ്പിളിംഗ് ഫ്രെയിം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അത് കമ്പൽസറി ആണ്. ഏത് മെത്തേഡിൽ? പ്രോബബിലിറ്റി മെത്തേഡ്. കാരണം പോപ്പുലേഷൻ നോൺ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തെന്താണ്? ടൈം കൺസ്യൂമിങ് ആൻഡ് മോർ കോസ്റ്റ്ലി ആണ്. നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് മൊത്തം പോപ്പുലേഷൻ്റെ ഡേറ്റ എടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് കുറവാണ് സാമ്പിളിംഗ്. പക്ഷേ സാമ്പിളിങ്ങിനെ തന്നെ നമ്മൾ 2 ക്ലാസ് ചെയ്തില്ലേ? പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയും. നമ്മൾ അതിൽ നോൺ പ്രോബബിലിറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, റാൻഡംലി ചൂസ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ നോൺ പ്രോബബിലിറ്റിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രോബബിലിറ്റി കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണ്, മോർ കോസ്റ്റ്ലി ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റാൻഡംലി ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിനകത്ത് 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളിലെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമ്മളൊരു ബക്കറ്റിലിട്ട് വയ്ക്കുന്നു. നമ്മൾ റാൻഡംലി 300 പേരെ എടുക്കുന്നു. ഒരാൾ കാസർഗോഡ്, ഒരാൾ തിരുവനന്തപുരം, ഒരാൾ കണ്ണൂർ, പലരും പലയിടത്ത് പല ലൊക്കാലിറ്റിയിൽ കിടക്കുന്നവരായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ട്രാവലിംഗ് എക്സ്പെൻസ്, കളക്ഷൻ എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ടൈം കൺസ്യൂം ചെയ്യും, കുറച്ചുകൂടെ കോസ്റ്റ് കൂടും. ഇനി നമ്മൾ നോൺ പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്ന വിചാരിക്കും. നോൺ പ്രോബബിലിറ്റി എന്താ? എല്ലാവർക്കും റാൻഡം അല്ല, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ച് ഒരു ഏരിയ മാത്രം ചൂസ് ചെയ്യുമ്പം എല്ലാവരും ഒരുമിച്ചുണ്ടാവും. അപ്പം നോൺ പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ പ്രോബബിലിറ്റി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. കാരണം അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. അതുകൊണ്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് കുറവാണ്. പക്ഷേ അതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് നോൺ പ്രോബബിലിറ്റി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തിൻ്റെ? പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ. ഇനി പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിൽ ആലോചിച്ച് വെക്കുക. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും സെലക്ട് ചെയ്യാൻ ഒരുപോലെ ചാൻസ് ഉണ്ട്, റാൻഡംലി ചൂസ് ചെയ്യുന്നു. പോപ്പുലേഷൻ നോൺ ആണ്, പോപ്പുലേഷൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവില്ല. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രോബബിലിറ്റി. അതിനകത്ത് പല മെത്തേഡുകളുണ്ട്. സിമ്പിൾ റാൻഡം ഉണ്ട്, സിസ്റ്റമാറ്റിക് ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് ഉണ്ട്, ക്ലസ്റ്റർ ഉണ്ട്, അഡാപ്റ്റീവ് ഉണ്ട്, PPS ഉണ്ട്, ഓക്കെ, മൾട്ടി സ്റ്റേജ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തതും ഏറ്റവും ബേസ് ആയിട്ടുമുള്ള ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൻ്റെ വേറൊരു പേരെന്താണെന്നറിയാമോ? റാൻഡം സാമ്പിളിംഗ്. കാരണം പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡംലി എല്ലാവരെയും ചൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ എന്തെന്നും വിളിക്കും? റാൻഡം സാമ്പിളിംഗ് എന്നും വിളിക്കും. അപ്പം ആദ്യത്തെ മെത്തേഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സിമ്പിൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ നമ്മൾ റാൻഡം സാമ്പിളിംഗ് എന്ന് വിളിക്കും. അപ്പോൾ ഇനി ചില സമയത്ത് നമ്മളതിനെ റാൻഡം എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നതാണ് സിമ്പിൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അതാണ് ബേസ് ആയിട്ടുള്ള ഐറ്റം, സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം. അപ്പോൾ എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഈസ് എ സാമ്പിളിംഗ് ടെക്നിക്. അതൊരു സാമ്പിളിംഗ് ടെക്നിക്കാണ്
in which every item in the population has an equal chance, an independent chance of being selected. നമ്മൾ പ്രോബബിലിറ്റിയിൽ പറയുന്ന ബേസിക് കാര്യം, എല്ലാ സാമ്പിളിംഗ് ഐറ്റത്തിനും ഈക്വൽ ചാൻസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ചാൻസ് ഉണ്ട്. എന്തിന്? ഫോർ ഗെറ്റിംഗ് സെലക്റ്റഡ്. 5000 ആൾക്കാർ പോപ്പുലേഷനിലുണ്ടെങ്കിൽ ആ 5000-ലെ ഓരോ വ്യക്തിക്കും സെലക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ആര് വേണമെങ്കിലും സെലക്റ്റഡ് ആവാം ഇൻഡിപെൻഡൻ്റ്ലി. നമുക്കറിയില്ലല്ലോ നമ്മൾ ആരെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന്. ആർക്ക് വേണമെങ്കിലും ഇൻഡിപെൻഡൻ്റ്ലി സെലക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ, അത് ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ചാൻസ് ഉണ്ടെങ്കിൽ, ഏതിൽ? പോപ്പുലേഷനിൽ എല്ലാവർക്കും സെലക്റ്റഡ്, ആർക്ക് വേണമെങ്കിലും സെലക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സിമ്പിൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഈച്ച് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഹാസ് ആൻ ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ. ഫീച്ചേഴ്സ് എന്താണ്? ഓരോ ഇൻഡിവിജ്വലിനാണെങ്കിലും ഓരോ സാമ്പിളിങ്ങിനകത്തുള്ള ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ പോപ്പുലേഷനകത്തുള്ള ഓരോ യൂണിറ്റിനാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയാം. അല്ല, സാമ്പിളിങ്ങിൻ്റെ ഓരോ യൂണിറ്റിനെ നമ്മൾ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ ഓരോ യൂണിറ്റിനും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനും ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? എന്തെന്നാ വിളിക്കാൻ പറ്റുക? സിമ്പിൾ പ്രോബബിലിറ്റി ചാൻസ് എന്ന്, സാമ്പിളിംഗ് എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്താണ്? സെലക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി റാൻഡം. നമ്മുടെ ഒരു ബയാസും വെച്ചിട്ടല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്കറിയില്ല പലപ്പോഴും ആരെയാണ് സെലക്ട് ചെയ്യുന്നത്. റാൻഡം ആയിരിക്കും കംപ്ലീറ്റ്ലി. ഓക്കെ, മൂന്നാമത്തത്, ഇറ്റ് എൻഷുവേഴ്സ് അൺബയാസ്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പോപ്പുലേഷൻ. നമ്മൾ എടുക്കുന്നത് റാൻഡംലി ആയതുകൊണ്ട് അൺബയാസ്ഡാണ്. നമ്മുടെ ചിന്തകളും ഒന്നും അതിനകത്ത് ബാധിച്ചിട്ടുണ്ടാവില്ല. അൺബയാസ്ഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആയിരിക്കും പോപ്പുലേഷൻ്റെ. ഇനി ഇറ്റ് ക്യാൻ ബി ഡൺ വിത്ത് ഓർ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഈ വിത്ത് ഓർ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ബൗൾ എടുത്തു, ആ ബൗളിനകത്ത് നമ്മൾ കുറേ ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 5000 പേരുടെ ലോട്ടാണ് ഇട്ട് വെച്ചേക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മൊത്തം നമ്മളൊരു താരോയാമ, ഞാൻ പലതരത്തിലുള്ള ഫോമുലാസ് ഉണ്ട്. പലതരത്തിലുള്ള ഫോമുലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് സാമ്പിൾ കണ്ടുപിടിച്ചു. 5000-ൽ ഒരു 300 സാമ്പിൾ വേണം എന്നാണ്. ഈ 300 പേരെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? പ്രോബബിലിറ്റിയിൽ റാൻഡം ആയിട്ട് ലോട്ടറി മെത്തേഡാണ്. നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളിത് സിസ്റ്റത്തിൽ കൊടുത്ത് ചെയ്യും, സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈം 300 ഒരു പ്രാവശ്യം ഒരാളെടുത്തു. ഇനി ബാക്കി എത്ര പേരെ എടുക്കാവുള്ളൂ? 299 പേരെ എടുത്താൽ മതിയല്ലോ. ഒന്നെടുക്കുക, ഒരാളെ എടുത്തു. അപ്പോൾ ആ ലോട്ട് നമ്മൾ പുറത്തെടുത്തല്ലോ, ആ ലോട്ടിന് നമ്മൾ പുറത്തെടുത്ത് വെച്ചു. പുറത്തെടുത്ത് വെച്ചിട്ട് തുറന്നു നോക്കുന്നു, ഒരാളുടെ പേര് ഫോർ എക്സാമ്പിൾ രവി. ഓക്കെ, അയാളെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആ വ്യക്തിയുടെ പേര് നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്ത് വെച്ചു. വിത്ത് ഓർ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ വ്യക്തിയെ എടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ടോക്കൺ തിരിച്ചിടാം, എന്നിട്ട് കുലുക്കിയിട്ട് വീണ്ടും എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആ വ്യക്തിയുടെ പേര് നമ്മൾ ആദ്യം എടുത്ത ലോട്ടിനെ വീണ്ടും തിരിച്ചെടുത്തിട്ടാണ് രണ്ടാമത്തെ വ്യക്തി എടുക്കുന്നതെങ്കിൽ അത് വിത്ത് റീപ്ലേസ്മെന്റ്. മനസ്സിലായോ? 300 മൊത്തം 5000 പേരുണ്ട്, 300 പേരെ എടുക്കണം. ആദ്യം ഒരാളെ എടുത്തു, അപ്പം ഇനി 299 വരെ സെലക്ട് ചെയ്താൽ മതി. രവി എന്ന് പറഞ്ഞ ഒരാളെ നമ്മളെടുത്ത് വെളിയിൽ വെച്ചു. അപ്പോൾ ഒന്നാമത്തെ ആൾ നമ്മൾ വെച്ചു രവി, സാമ്പിൾ ഫസ്റ്റ് പേഴ്സൺ രവി. രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ രവിയുടെ ടോക്കൺ നമ്മൾ മടക്കി വീണ്ടും തിരിച്ചിടുക, എങ്കിൽ വിത്ത് റീപ്ലേസ്മെൻറ്റാണ്, റീപ്ലേസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ, അത് ഇനി അങ്ങനെ അല്ല നമ്മൾ ചെയ്യുന്നത്, എടുത്തു മാറ്റിയ ആളെ പിന്നെ റീപ്ലേസ് ചെയ്യില്ല എങ്കിൽ അതെന്താണ്? വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. എന്താണ്? വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ വിത്തും വിത്തൗട്ടും ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരിക്കൽ ഒരു ലോട്ട് എടുത്തു, അയാളെ മെൻഷൻ ചെയ്തു, എന്നിട്ട് ആ ലോട്ട് തിരിച്ചെടുത്തിട്ട് അടുത്ത ലോട്ട് എടുക്കും, അത് വിത്ത് റീപ്ലേസ്മെൻറ്റ്. ഓക്കെ, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ പുറത്തെടുത്ത ഐറ്റത്തിനെ പിന്നെ തിരിച്ചിടില്ല, അടുത്ത ആളെ എടുക്കുമ്പോൾ ഈ ടോക്കൺ മാറ്റി വെച്ചിട്ടേ എടുക്കുകയുള്ളൂ. അതാണ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ പഠിച്ചു? അപ്പം സാമ്പിളിംഗ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് തന്നെ 2 രീതിയിൽ വരാം. നമുക്ക് വിത്തോ വിത്തൗട്ടോ റീപ്ലേസ്മെൻറ്റ് വരാം. നമ്മൾ പറഞ്ഞു, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ്. വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്? സെലക്റ്റഡ് യൂണിറ്റ്സ് ആർ റിട്ടേൺ ബാക്ക് ടു ദ പോപ്പുലേഷൻ ബിഫോർ ദ നെക്സ്റ്റ് സെലക്ഷൻ. നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത സാമ്പിളിനെ അടുത്ത സെലക്ഷൻ മുമ്പ് വീണ്ടും എന്ത് ചെയ്യുന്നു? തിരിച്ചിടുന്നു, എന്നിട്ട് കുലുക്കിയിട്ടല്ലെങ്കിൽ വീണ്ടും എടുക്കുന്നു. അപ്പം വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു വ്യക്തിയെ എടുത്ത് മാറ്റിയാൽ അടുത്ത വ്യക്തിയെ ചൂസ് ചെയ്യുന്ന മുമ്പ് ആ എടുത്ത വ്യക്തിയുടെ പേര് തിരിച്ചിടുന്നു.
എന്നിട്ട് വീണ്ടും സെലക്ട് ചെയ്യുന്നു. അതാണ് വിത്ത് റീപ്ലേസ്മെൻറ്റ്. 1 യൂണിറ്റ് ക്യാൻ ബി സെലക്റ്റഡ് മോർ ദാൻ വൺസ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് നമ്മൾ എടുക്കുന്ന സാധനത്തിന് വീണ്ടും എടുത്ത് തിരിച്ചകത്തിടുകയല്ലേ. അങ്ങനെ ഇടുമ്പോൾ എന്ത് സംഭവിക്കും? ഒരേ ഐറ്റം തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സെലക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ രവി എന്നൊരു പേര് നമ്മൾ സെലക്ട് ചെയ്തു, അയാളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ്, വീണ്ടും വീണ്ടും അയാളെ സെലക്ട് ചെയ്യില്ല. പക്ഷേ നമ്മളെ തിരിച്ചിട്ടു, വിത്ത് റീപ്ലേസ്മെൻറ്റ് ആകുമ്പോൾ തിരിച്ചിടുമ്പോൾ വീണ്ടും അതിനെ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റ് തന്നെ മോർ ദാൻ വൺസ് സെലക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് വിത്ത് റീപ്ലേസ്മെൻറ്റ്. ഇനി വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്താണ്? SRSWOR. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ചോദിച്ചാൽ എഴുതിക്കോണം. SRSWOR എന്താ? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ്. SRSWOR എന്താ? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട്, അതാണ് WO, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അപ്പം ഇവിടെ എന്താ, ഒരു പ്രാവശ്യം നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ ബൗളിൽ തിരിച്ചിടില്ല. 1 യൂണിറ്റ് ഈസ് സെലക്റ്റഡ് ഓൺലി വൺസ്. ആ യൂണിറ്റ് ഒരു പ്രാവശ്യം മാത്രമേ സെലക്ട് ചെയ്യൂ, കാരണം റീപ്ലേസ് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലെ ഫസ്റ്റ് ടൈപ്പാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അത് 2 രീതിയിലുണ്ടെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും. ഇനി അതിൽ തന്നെ ഈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് ലോട്ടറി മെത്തേഡിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ റാൻഡം ടേബിൾസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. അപ്പം സിമ്പിൾ റാൻഡം മെത്തേഡ്സിൽ തന്നെ സാമ്പിളിങ്ങിൽ തന്നെ പല മെത്തേഡുകളുണ്ട്. ഒന്നാമത്തെ ലോട്ടറി മെത്തേഡ്. ഓക്കെ, എന്താണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്? ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻ നമ്പേഴ്സ് ടു ഈച്ച് യൂണിറ്റ്, റൈറ്റ് ഓൺ സ്ലിപ്സ് ആൻഡ് ഡ്രോ റാൻഡംലി. നമ്മൾ പറഞ്ഞു ഇപ്പോൾ 5000 ആൾക്കാരെ നമുക്ക് ചൂസ് ചെയ്യണം. ഈ 5000 ആൾക്കാരുടെയും പേരിന് നമ്മൾ ഓരോ നമ്പേഴ്സ് കൊടുക്കും. 1 2 3 4 5 6 എന്ന് പറയുന്ന നമ്പേഴ്സ് കൊടുക്കും. കാരണം നമുക്ക് പേര് എഴുതുന്നതിനെക്കാട്ടി എളുപ്പമാണ് സ്ലിപ്പിൽ നമ്പർ കൊടുത്ത് എഴുതുക. അപ്പോൾ നമ്മൾ ആദ്യം അവരുടെയൊക്കെ നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പലോ നമ്പറോ അവർക്ക് കൊടുക്കും. കൊടുത്തതിന് ശേഷം നമ്പേഴ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നമ്പേഴ്സ് എല്ലാം ഓരോ സ്ലിപ്പിൽ 5000 സ്ലിപ്പ് അങ്ങനെ നമ്മൾ എഴുതിയിട്ട് ഒരു ബൗളിലാക്കും, അല്ലെങ്കിൽ ഒരു ബോക്സിലാക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ട് നമുക്ക് എത്ര സാമ്പിൾ വേണോ അത് നമ്മൾ ഡ്രോ ചെയ്യും. അതാണ് ലോട്ടറി മെത്തേഡ്. സ്യൂട്ടബിൾ ഫോർ സ്മോൾ പോപ്പുലേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ചെറിയ പോപ്പുലേഷനെ യൂസ് ചെയ്യാൻ പറ്റൂ. നമ്മൾ അത്രയും ഇപ്പം ഈ 5000 പോലും നമുക്ക് ഡിഫിക്കൽട്ടാണ്. 1000 ഒക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് എഴുതാം. അപ്പം സ്മോൾ പോപ്പുലേഷനൊക്കെ ആണെങ്കിൽ ലോട്ടറി മെത്തേഡ് കുഴപ്പമില്ല, വലിയ പ്രശ്നം ഇല്ലാണ്ട് പോകും. മറ്റത് എഴുതി നമ്മളെ സമയം അത്രയും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതൊരു സ്മോൾ പോപ്പുലേഷന് മാത്രമാണ് യൂസ്ഫുൾ ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ ലോട്ടറി മെത്തേഡ് നമ്മൾ നോക്കിയായിരുന്നു. ഇതൊരു സ്മോൾ പോപ്പുലേഷനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ലാർജർ പോപ്പുലേഷൻ നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ഓഫ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് റാൻഡം നമ്പർ ടേബിൾ. ഇതെന്ന് പറയുമ്പോഴത്തേക്കും യൂഷ്വലി നമുക്ക് നേരത്തെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് വെച്ചേക്കുന്ന അല്ലെങ്കിൽ പബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് ടേബിൾസ് ഉണ്ടാവും, റാൻഡം നമ്പേഴ്സ്. ഈ റാൻഡം നമ്പർ ടേബിൾസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ നമ്പേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ 1000 തൊട്ട് തുടങ്ങും, ചിലപ്പോൾ 2000 തുടങ്ങുന്ന റാൻഡം ആയിട്ടുള്ള കുറേ നമ്പേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഓർഡറോ ഓർഡർ ഇല്ലാതെയൊക്കെ നമ്പർ കൊടുക്കുക. നേരത്തെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടേബിൾസ് അവൈലബിൾ ആണ്. പല വ്യക്തികളുടെ റാൻഡം ടേബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നേരത്തെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓർഡർ ഇല്ലാത്തതോ അല്ലെങ്കിൽ ഓർഡർ ഉള്ളതായിട്ടുള്ള പല റാൻഡം നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഓർഡർ ഉണ്ടാവില്ല. കുറേ നമ്പേഴ്സ് ഉള്ള ഒരു ടേബിളായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനിലെ എല്ലാ വ്യക്തികൾക്കും നമ്മൾ അതിലുള്ള നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒരു 1000 പേര് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ 1000 റാൻഡം നമ്പേഴ്സ് ഉള്ളൊരു ടേബിൾ നമ്മൾ എടുക്കും. കാരണം നമുക്ക് പോപ്പുലേഷൻ ഈക്വൽ ആയിട്ടുള്ള ഒരു ടേബിൾ വേണമല്ലോ. അല്ലെങ്കിൽ ഒരു വലിയ ടേബിളിൽ 1000 നമ്പേഴ്സ് മാത്രം നമ്മൾ ആർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും? ഓരോ പോപ്പുലേഷൻ. ഇപ്പം സുമ എന്നൊരു വ്യക്തി, അങ്ങനെ പല രേണു, അങ്ങനെ പല എന്താണ് 3 രമ, അങ്ങനെ പല പേരുകളുള്ള ഈ 1000-നകത്ത് പല പേരുകളുണ്ടാവുമല്ലോ, പല ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മൾ അതിൽ ഓരോ വ്യക്തികൾക്ക് നമ്മുടെ കയ്യിലുള്ള റാൻഡം ടേബിളിലുള്ള നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കും. ഓർഡറോട് കൂടിയോ ഓർഡർ ഇല്ലാതെയോ, അതിനകത്തേ ഓർഡർ ഇല്ലാതെയാണ് റാൻഡം ആയിട്ടാണ് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണോ അസൈൻ ചെയ്ത് കൊടുക്കുക. അസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 300 സാമ്പിൾ വേണമെങ്കിൽ ഇതാണ് നമ്മളെ കയ്യിലൊരു ടേബിൾ. ആ ടേബിളിൽ ഒരു 1000 നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. ഇപ്പോൾ 1 2 3 4 1000 2103 ഇങ്ങനെ കുറേ നമ്പേഴ്സ് ഇതിനകത്ത് ഉണ്ടാവുമല്ലോ. 1000 നമ്പേഴ്സ്. ഈ 1000 നമ്പേഴ്സ് നമ്മൾ 1000 വ്യക്തിക്കായിട്ട് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 300 സാമ്പിൾ എടുക്കണമെങ്കിൽ നമ്മൾ ഈ ടേബിളിനകത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ റാൻഡംലി നമുക്ക് തോന്നുന്ന ഏതെങ്കിലും ഇപ്പോൾ 1300 എടുത്തു, പിന്നെ ഇവിടെ ഉള്ള എടുത്തു, പിന്നെ ഇവിടെ ഉള്ള എടുത്തു, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും തോന്നുന്ന ഏതെങ്കിലും, കാരണം ഇതൊക്കെ ബാക്കിലുള്ള ആളാരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടില്ല. അപ്പം റാൻഡമായിട്ട് ഏതെങ്കിലും നമ്പേഴ്സ് 300 എണ്ണം നമ്മൾ ചൂസ് ചെയ്യും.
ചൂസ് ചെയ്തിട്ട് ആ വ്യക്തികളുടെ, അപ്പോൾ ഈ നമ്പറിലുള്ള വ്യക്തി ഏതാണ് നമ്മൾ കയറി ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ സുനിതയായിരിക്കും. ഓക്കെ, സുനിതയെ സെലക്ട് ചെയ്തു. റാൻഡംലി അല്ലേ, നമുക്ക് അറിയില്ലല്ലോ ഏത് വ്യക്തിയാണ്. അപ്പോൾ അതിനെയാണ് റാൻഡം നമ്പർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റാൻഡം ടേബിൾസ് ഉപയോഗിച്ച് അത് അലോക്കേറ്റ് ചെയ്ത് നമ്പേഴ്സ് എടുത്താൽ അതിനെ റാൻഡം നമ്പർ ടേബിൾസ് എന്ന് പറയാം. ഇനി മൂന്നാമത്തത്, പലതരത്തിലുള്ള റാൻഡം നമ്പർ ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമുക്ക് ഈ മാനുവലി ഈ ടേബിളൊക്കെ എടുത്ത് അതിൽ ടിക്കറ്റ് ചെയ്ത് ഇപ്പോൾ 1000 ഒക്കെ ആണെങ്കിൽ ഓക്കെ, പിന്നെയും കഷ്ടപ്പാടാണ്. പക്ഷെ അതിൽ കൂടുതൽ 2 കോടി 3 കോടിയൊക്കെ പോപ്പുലേഷൻ പോയി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അപ്പം സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള നമ്മൾ എക്സലിനകത്തോ പൈത്തണിനകത്തോ ഒക്കെ എന്തുണ്ട്, ഓൾറെഡി അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പോപ്പുലേഷനൊക്കെ അനുസരിച്ചുള്ള റാൻഡം നമ്പർ ജനറേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഈ മാനുവലി ചെയ്യുന്ന കാര്യം സിസ്റ്റം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഉണ്ട്. എക്സൽ, ആറ്, പൈത്തൺ അങ്ങനെയൊക്കെയുള്ള പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. അവരൊക്കെ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്ത് തരും, റാൻഡം നമ്പേഴ്സ് നമുക്ക് എത്ര പോപ്പുലേഷൻ ഉണ്ടോ അതിനനുസരിച്ചുള്ള സെലക്ട് ചെയ്ത് തരും. അപ്പം അങ്ങനെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസും ഉണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള മെത്തേഡ്സ് നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ ഉപയോഗിക്കാം. ലോട്ടറി യൂസ് ചെയ്യാം, അതൊക്കെ ബേസാണ്. നമ്മളിപ്പോൾ അധികാരം യൂസ് ചെയ്യാറില്ല, എല്ലാവരും ഇപ്പം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സിമ്പിൾ റാൻഡം ടേബിൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് വേർഷനാണ് റാൻഡം ടേബിൾ നമ്പർ ജനറേറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള രീതി നമുക്ക് പഠിച്ചു. ഇനി സിമ്പിൾ റാൻഡം മെത്തേഡ്സിൻ്റെ തന്നെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. മനസ്സിലാക്കാൻ എളുപ്പമാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്, കാരണം സിമ്പിളാണ്. ഇനി എലിമിനേറ്റ്സ് ബയാസ് ഇൻ സെലക്ഷൻ. നമ്മുടെ സ്വഭാവങ്ങളോ നമ്മുടെ പ്രജുഡിസുകളോ സെലക്ഷനിൽ വരുന്നില്ല, ബയാസ് അവിടെ ഉണ്ടാവില്ല. ഈച്ച് ഐറ്റം ഹാസ് എ നോൺ ചാൻസ് ഓഫ് സെലക്ഷൻ. നമ്മൾ പറഞ്ഞല്ലോ റാൻഡംലി എല്ലാവർക്കും ഒരുപോലെ ചാൻസ് ഉണ്ട്, ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. റിസൾട്ട്സ് ആർ ജനറലി റെപ്രസെൻറ്റേറ്റീവ് ഇഫ് സാമ്പിൾ സൈസ് ഇസ് അഡീക്വേറ്റ് ആയിട്ടുള്ള സാമ്പിൾ സൈസ് ആണ് എടുക്കുന്നതെങ്കിൽ റാൻഡം മെത്തേഡ് കുറച്ചുകൂടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും പോപ്പുലേഷൻ. നമ്മളത് പഠിച്ചു പ്രിൻസിപ്പളിൽ. ഓക്കെ, അത് മെറിറ്റ്സ്. ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? നോട്ട് പ്രാക്ടിക്കൽ ഫോർ ലാർജ് പോപ്പുലേഷൻ വിത്തൗട്ട് എ കംപ്ലീറ്റ് ലിസ്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, പോപ്പുലേഷൻ നോൺ ആയിരിക്കണം. 5000 ഉണ്ടെങ്കിൽ 5000 പേരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിമ്പിൾ റാൻഡം മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോപ്പുലേഷൻ കംപ്ലീറ്റ് ലിസ്റ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ലാർജ് പോപ്പുലേഷൻ ആണെങ്കിലോ പോപ്പുലേഷൻ കംപ്ലീറ്റ്ലി നോൺ അല്ലെങ്കിലോ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി മെനോർ റിഫ്ലക്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ് ഗ്രൂപ്പ്സ്, എക്സാമ്പിൾ ജെൻഡർ, ഇൻകം ലെവൽ. നമ്മളിപ്പോൾ റാൻഡംലി എടുക്കുന്നത് കൊണ്ട് അത് ചിലപ്പോൾ എടുക്കുന്നത് ഏത് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, നമുക്കിപ്പം ഒരു എന്താ എടുക്കുക, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്രൈറ്റീരിയ വെച്ച് തന്നെ സെലക്ട് ചെയ്യണം. റാൻഡംലി സെലക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 1,00,000 ഉള്ള ആൾക്കാരുണ്ടാവും, 1000 ഉള്ള ആൾക്കാരുണ്ടാവും, പല ഇൻകം കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും. നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ജെൻഡറോ പർട്ടിക്കുലർ ഇൻകം ലെവലോ അല്ലെങ്കിൽ അങ്ങനെ മാത്രം സെലക്ട് ചെയ്യാൻ എന്തിൽ പറ്റില്ല, റാൻഡം. കാരണം ആരൊക്കെയാണ് ലിസ്റ്റിൽ വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രം സബ് ഗ്രൂപ്പ്സിനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ എന്തിൽ പറ്റില്ല, റാൻഡമിൽ പറ്റില്ല. ഇനി ക്യാൻ ബി ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി ഇഫ് ദ പോപ്പുലേഷൻ ഇസ് സ്പ്രെഡ് ഔട്ട്. കാരണം നമ്മളൊരു 5000 പേര് പോപ്പുലേഷൻ ഉണ്ടെങ്കിലും റാൻഡമായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയൊക്കെ ഉള്ള ആൾക്കാരെ കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്ന് കാസർഗോഡ്, ഒന്ന് തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടൈം കൺസപ്ഷൻ അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ പലയിടത്തായത് തന്നെ ഡേറ്റ കളക്ഷൻ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. ഒരാൾക്ക് വേണ്ടി മാത്രം നമ്മൾ സ്ഥലത്തോട്ട് കാട്ടിലൊക്കെ പോവേണ്ടി വരും ചിലപ്പോൾ, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ ഡീമെറിറ്റ്സ്. ഇനി എന്താണ് ഈ സിമ്പിൾ റാൻഡം മെത്തേഡ്സിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. If a school has 100 students and we want to select a sample of 10 students using simple random sampling. ഒരു സ്കൂളിൽ മൊത്തം 100 അല്ല, ഒരു സ്കൂളിൽ ഒരു 1000 500 ഒക്കെ വരും, 100 വെച്ച് നമുക്ക് പഠിക്കാം. ഒരു സ്കൂളിൽ മൊത്തമായിട്ട് 100 കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് 100 കുട്ടികളുടെ, അതാണ് നമ്മുടെ പോപ്പുലേഷൻ. മൊത്തം സ്കൂളിലുള്ള ആൾക്കാരാണ് നമ്മുടെ പോപ്പുലേഷൻ. സോ 100 ഈസ് അവർ പോപ്പുലേഷൻ. സത്യം പറഞ്ഞാൽ 100 ഒക്കെ ഉള്ളൂങ്കിൽ 100നെ മൊത്തം പഠിക്കുന്നതാണ് നല്ലത്, പിന്നെ സാമ്പിളിങ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു എക്സാമ്പിളായിട്ട് പറയുന്നതെന്നേ ഉള്ളൂ. ഈ 100ൽ നമ്മൾ 10 പേരെയാണ് സാമ്പിളായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുക. നമ്മൾ ഫോമിലേക്ക് ഇട്ടിട്ട് നമുക്ക് 10 പേരെ എടുക്കണം നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിലാണെങ്കിൽ ഈ 100 കുട്ടികൾക്കും 100 നമ്പേഴ്സ് കൊടുക്കൂലേ. 100 പേരുണ്ട്, പേരെഴുതിയിടാനുള്ള പാടുകൊണ്ട് 100 പേർക്ക് നമ്പർ നമ്മൾ കൊടുക്കും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നേ അത് ലോട്ടറി ആയിട്ട് ടിക്കറ്റായിട്ട് എടുത്ത് ഒരു ബക്കറ്റ് ഇട്ടിട്ട് സെലക്ട് ചെയ്യും, അത് ലോട്ടറി മെത്തേഡ്. അതല്ലെങ്കിൽ നമ്മൾ 100 വരെ നമ്പറുള്ള ഒരു ടേബിൾ എടുത്ത് വെച്ചിട്ട് അതിൽ റാൻഡംലി ടേബിളിലെ നമ്പർ ടിക്ക് ചെയ്യും, അതിന് അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന പേരെടുക്കും. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത് സ്റ്റുഡൻസ് കറസ്പോണ്ടിങ് ടു ദൂസ് നമ്പേഴ്സ് ഫ്രം ദ സാമ്പിൾ അല്ലേ. അപ്പം നമ്മൾ നമ്പർ കൊടുത്തു, ഒന്നുകിൽ ലോട്ടറി അല്ലെങ്കിൽ റാൻഡം നമ്പർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് 10 വരെ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ 10 നമ്പറിൻ്റെ ബാക്കിലുള്ള കുട്ടികളുടെ പേരെന്താണെന്ന് നോക്കും. അതാണ് നമ്മുടെ സാമ്പിൾ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ റാൻഡമിൽ സെലക്ട് ചെയ്യുന്നത്. ഇനി എവിടെയൊക്കെയാണ് നമ്മൾ സിമ്പിൾ റാൻഡം ഉപയോഗിക്കുന്നത്, എവിടെയൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് സിമ്പിൾ റാൻഡം? സർവേസ് ആൻഡ് ഒപ്പീനിയൻ പോൾസ്, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള ഒപ്പീനിയൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ റാൻഡം ഉപയോഗിക്കാം. അല്ലെങ്കിൽ സർവേ, നമ്മൾ വർഷാവർഷം ഗവൺമെൻറ് സർവേസ് നടത്താറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ചുള്ള സർവേ നടത്തണമെങ്കിൽ നമുക്ക് സിമ്പിൾ റാൻഡം ഉപയോഗിക്കാം. ഇന്ന് റിസർച്ച് സ്റ്റഡീസ്, അക്കാഡമിക്കലി PhD ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ റിസർച്ച് സ്റ്റഡീസോ ചെയ്യുന്ന ആൾക്കാർക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി സിമ്പിൾ റാൻഡം ഉപയോഗിക്കാം. ഇനി ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഓഡിറ്റ്സ്, ഓർഗനൈസേഷനകത്ത് ക്വാളിറ്റി കൺട്രോൾ ഓഡിറ്റ്സും ഒക്കെ നടക്കുന്ന സമയത്തും സിമ്പിൾ റാൻഡമാണ് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് കേസസ് വേർ വി ക്യാൻ യൂസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. SRS ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് SRSൻ്റെ ഫുൾ ഫോം ഓർത്തോളാം, അതെവിടെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.